എന്നിട്ട് ഇന്ന് പറഞ്ഞു തരാൻ ഉമ്മച്ചി എങ്ങനെയാണ് വീഡിയോ എടുക്കണ്ടേന്നൊക്കെ പറഞ്ഞു തരാൻ. ഉമ്മച്ചി വിവരമൊന്നുമില്ലല്ലോ. ഉമ്മച്ചി പറ. വാച്ചിങ് ഇത് കൂടാൻ വേണ്ടി എങ്ങനെയെങ്കിലും പോണതൊക്കെ ഇട്ടാ ആൾക്കാർ നമ്മളങ്ങനെ എവിടെ പോകൂല. അങ്ങനെ നമ്മൾക്കാൾക്കാർ കേട്ടാ പറ. പിന്നൊന്നുമില്ല. അതായത് ആൾക്കാരെങ്ങനെയും പോണത് കണ്ടോളൂ. അപ്പൊ വാച്ചിങ് ടൈം പിടിക്കും. നമ്മൾക്ക് അങ്ങനെ പോകണ്ട. നമ്മളങ്ങനെ പോയാൽ ശരിയാവില്ല. പിന്നൊന്നുമില്ല. പറ. പിന്നെ കൂടാനൊന്നുമില്ല. പറ, എന്തെങ്കിലുമൊക്കെ പറ. പിന്നെ അല്ലാതെ വിളിക്കുക. അപ്പോൾ എല്ലാവരും ഉറങ്ങുകയാണെന്ന് വിചാരിക്കുന്നു. സുഖമാണ്. പെരുന്നാളായിട്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ, പെരുന്നാളാവുമ്പോൾ ഞങ്ങൾ അഞ്ചങ്ങാടിയിൽ ഒരു ഇതുണ്ടാവും. എല്ലാ പെരുന്നാൾക്കും ഇങ്ങനെ ആഘോഷിക്കണം. ഞങ്ങളെല്ലാവരും പിള്ളേർ കുട്ടികളൊക്കെ കൂടിയിട്ട് അഞ്ചങ്ങാടിക്ക് പോകും. അഞ്ചങ്ങാടിക്ക് പോയിട്ട് അവിടുന്ന് ഈ ഒരു തരം നാരങ്ങ ഉണ്ട്, ചെറുനാരങ്ങ. ആ നാരങ്ങ ഞങ്ങൾ വാങ്ങിക്കും. ആ നാരങ്ങ വാങ്ങിച്ചിട്ട് അതിൽ തന്നെ അവിടുന്ന് തന്നെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അവിടുന്ന് തന്നെ തിന്നും. അതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പെരുന്നാളാകുമ്പോൾ രസമായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ പെരുന്നാൾക്ക് ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്. അവിടെയൊക്കെ ആണെങ്കിൽ ചുറ്റുപാടത്തൊക്കെ ഇഷ്ടംമാതിരി വീടുണ്ട്. അവിടുന്ന് അങ്ങോട്ടോടും അവരിങ്ങോട്ട് വരും. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. ഞങ്ങൾ ആ കടലിൻ്റെ അവിടെയാണ്. ഞങ്ങൾ ആ ബോട്ടിൻ്റെ ഏരിയത്തേക്കൊക്കെ പോകും. ചാവക്കാട്. അതൊക്കെ നല്ലൊരു ഓർമ്മ. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു രസമാണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ വൈകുന്നേരം ആകുമ്പോൾ കട്ടൻ ചായയും മിച്ചറും ഉണ്ടല്ലോ, അതെടുത്തിട്ട് ബാക്കിൽ തന്നെയാണ് കടൽ. അതിൻ്റെ ബാക്കിൽ പോയിരിക്കും, എന്നിട്ട് കഴിക്കും. എനിക്കിപ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നത്. അതൊക്കെ ഒരു രസം ഞാൻ ആലോചിക്കുമ്പോൾ. പെരുന്നാളിൻ്റെ കുറേ ഓർമ്മകൾ അങ്ങനെയൊക്കെയാണ്. കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് രസമാണ് എല്ലാവരൊക്കെ കൂടുമ്പോൾ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പണ്ട്. ഇപ്പോൾ ഓരോരുത്തർ കറങ്ങാനൊക്കെ പോകും. ഞാൻ എവിടെയും പോകാറില്ല കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് എവിടെയും പോകാറില്ല. അത്യാവശ്യം എവിടെയെങ്കിലും ഇവിടെ ഈ ഡാം വരെയൊക്കെയാണ് പോകുന്നത്. അല്ലാണ്ട് ഇവിടെ പോകാറൊന്നുമില്ല. ഒത്തിരി ബിഗ് ബിയുടെ മൈലാഞ്ചിയിട്ട് പെരുന്നാളെന്ന് ബിഗ് ബിയുടെ മൈലാഞ്ചിയിട്ട് മൈലാഞ്ചിട്ട് കാണിച്ചോട്ടെ കൈയുടെ. ഇതാണ് എൻ്റെ കൊച്ചിട്ട മൈലാഞ്ചി. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ കുട്ടിയുടെ മൈലാഞ്ചി. ആറ്റണത് ആസ്നേ എൻ്റെ കുട്ടിയുടെ കൂട്ടിയിട്ട് ഇന്നലെ എൻ്റെ കുട്ടി പോയപ്പോൾ ഇട്ട് കൊടുത്താൽ കേട്ടോ. രസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പക്ഷേ കുളിച്ചിട്ടുള്ള ഷോളൊക്കെ കൂടെ കൊടുന്ന് വെച്ചിരിക്കാം. ഞാൻ ലൈവ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതാണ്. ഇനി ചേച്ചിക്കൊന്ന് വിളിക്കണം. ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങിയിരുന്നു. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.